എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടത് കരിക്കും കോൺഫ്ലവറും കൊണ്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ കരിക്ക് ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ വെള്ളം ഇതിലോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ കരിക്കിൻ്റെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് പൊട്ടിച്ചതിൻ്റെ കഴമ്പ് ഒരു പാത്രത്തിലോട്ട് എടുക്കാം. അപ്പം ഞാൻ കരിക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ കരിക്ക് ഞാൻ ഇതിൽ നിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം കരിക്കിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. അടിച്ചെടുത്ത് കൊടുക്കാം. അപ്പം കരിക്ക് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഞാൻ പശുവും പാലാണ് ഒഴിക്കുന്നത്. നമുക്കൊന്ന് ഇതിലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏലക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഏലക്കയും കൂടെ അടിച്ചെടുത്താണ്. അപ്പം ഞാൻ ഏലക്കയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു അടുപ്പ് കത്തിച്ച് നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിൽ സ്റ്റവ് ഓഫാക്കി പാത്രത്തിലോട്ട് വെക്കാം. അപ്പം നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിക്കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. തണുക്കാൻ ഒരു 3 മണിക്കൂർ വയ്ക്കാം. അപ്പം നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്ര നല്ല സോഫ്റ്റായിട്ട് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളണം.